ഹരേ കൃഷ്ണ. ഇത് സീമന്തിനി ദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്തിൽ സീമന്തിനി ദേവി, അതായത് പാർവതി ദേവിക്ക് അമ്പലം വെച്ചിരിക്കുകയാണ്. ഈ അമ്പലം ഇരിക്കുന്നത് രാജാപൂർ ജഗന്നാഥ് മന്ദിറിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സീമന്തിനി ദേവി അവതരിച്ച ആ പർട്ടിക്കുലർ സ്ഥലത്തിൽ സീമന്തിനി ദേവിക്ക് വിഗ്രഹമോ ആരാധനയോ ഒന്നുമില്ല. അവിടെ മഹാദേവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇസ്കോണിനകത്ത് ഗൗരംഗ മഹാപ്രഭു പാർവതി ദേവിക്ക് ദർശനം കൊടുക്കുന്നത് ഈ സ്ഥലം നമുക്കിവിടെ കാണാൻ സാധിക്കും. അമ്പലം ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തുറന്നാൽ ഉടനെ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നവദ്വീപിലെ സീമന്ത ദ്വീപിലുള്ള പഞ്ചവക്ത്ര ശിവ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ്. ഇവിടെ വലിയൊരു വടവൃക്ഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വടവൃക്ഷത്തിൻ്റെ പ്രത്യേകത, ഈ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നു മുൻ യുഗത്തിൽ പാർവതീദേവി ഭഗവാന്റെ ഗൗരംഗ മഹാപ്രഭുവിൻ്റെ രൂപം കാണുന്നതിന് വേണ്ടി തപസ്സിരുന്നത്. ഒരു പ്രാവശ്യം അവർ വാരാണസിയിൽ കൈലാസത്തിൽ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് മഹാദേവൻ വലിയ രീതിയിൽ നൃത്തം ചെയ്യുന്നതായിട്ട് കണ്ടു. വളരെയധികം ഒരു എക്സ്റ്റസിയിൽ അദ്ദേഹം നൃത്തം ചെയ്യുന്നത് കണ്ടു. ആ സമയത്ത് പാർവതീദേവി കുറേ നേരം കാത്തിരുന്നു. എന്നിട്ടും ഒരുപാട് നേരം മഹാദേവൻ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം നൃത്തം നിർത്തിയ സമയത്ത് പാർവതി ദേവി ചോദിച്ചു, ഇന്ന് എന്താണ് ഇത്ര പ്രത്യേകത? അങ്ങ് വളരെ സന്തോഷത്തിലാണല്ലോ നൃത്തം ചെയ്യുന്നത് എന്ന് ചോദിച്ച സമയത്ത്, ഇന്ന് ഞാൻ ഗൗരംഗ മഹാപ്രഭുവിൻ്റെ നാമം ചൊല്ലിയാണ് നൃത്തം ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് പാർവതി ദേവി ആദ്യമായിട്ടാണ് ഗൗരംഗ മഹാപ്രഭുവിൻ്റെ നാമം കേൾക്കുന്നത്. ഗൗരംഗ മഹാപ്രഭു ഭഗവാന്റെ തന്നെ അവതാരമാണ്. കലിയുഗത്തിൽ അദ്ദേഹം നവദ്വീപിൽ അവതരിക്കുമെന്ന് മഹാദേവൻ പാർവതി ദേവിക്ക് പറഞ്ഞു. അപ്പോൾ പാർവതി ദേവിക്ക് വലിയ ആഗ്രഹമുണ്ടായി, എനിക്കും ആ ഗൗരംഗ മഹാപ്രഭുവിൻ്റെ രൂപം കാണണം എന്നാഗ്രഹമുണ്ടായി. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, നീ വാരാണസി വിട്ട് നദിയ ഗ്രാമത്തിൽ പോയി തപസ്സിരുന്ന് കഴിഞ്ഞാൽ ഗൗരംഗ മഹാപ്രഭുവിനെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട പാർവതി ദേവി വാരാണസിയിൽ നിന്ന് ഇവിടെ ഈ ദ്വീപിൽ, സീമന്ത ദ്വീപിൽ വന്ന് ഇവിടെ കാണുന്ന ആ വലിയ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് തപസ്സിരുന്നത്. അങ്ങനെ അനേക കാലത്തെ തപസ്സിന് ശേഷം പാർവതി ദേവിക്കും ഗൗരംഗ മഹാപ്രഭുവിൻ്റെ ദർശനമുണ്ടായി. ഇനി ഭാവിയിൽ ഞാൻ കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കും എന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് പാർവതി ദേവി മഹാപ്രഭുവിനെ നമസ്കരിക്കുകയും ഗൗരംഗ മഹാപ്രഭുവിൻ്റെ പാദതോളി പാർവതി ദേവിയുടെ സീമന്തത്തിൽ തൊടുകയും ചെയ്തു. അതിനുശേഷമാണ് പാർവതി ദേവി സീമന്തിനി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സീമന്തിനി ദേവി തപസ്സിരുന്ന സ്ഥലമാണ്. ഇവിടെ സീമന്തിനി ദേവിയുടെ വിഗ്രഹമൊന്നുമില്ല. മഹാദേവൻ്റെ വിഗ്രഹം നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. സീമന്തിനി ദേവിയുടെ വിഗ്രഹം ഇവിടെ രാജാപൂർ ജഗന്നാഥ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഇത് രാജാപൂരിനകത്ത് മഹാദേവൻ്റെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. നേരത്തെ ഒരു ആലിൻ്റെ ചുവട്ടിലാണ് ഉണ്ടായിരുന്നത്. അതിനെ പിന്നീട് അവർ ഒരു അമ്പലമായിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ കെട്ടിയിട്ട് അത് പ്രതിഷ്ഠിച്ചു. നന്ദിയും ഈ മരത്തിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നതിനെയാണ് പിന്നെ ഇതിന് ഓപ്പോസിറ്റ് അമ്പലമാക്കി അവർ അതിനകത്ത് പ്രതിഷ്ഠിച്ചത്.
ഇതാണ് ആ അമ്പലം. ഇത് വന്നിട്ട് ജയാനന്ദ പ്രഭുയുടെ സമാധിയാണ്, പുഷ്പസമാധിയാണ്. യഥാർത്ഥത്തിൽ ജയാനന്ദ പ്രഭുവാണ് ആദ്യമായിട്ട് രഥം നിർമ്മിച്ചത് ഇസ്കോണിന് വേണ്ടിയിട്ട്. പ്രഭുപാദ് പാശ്ചാത്യ ദേശത്തുണ്ടായിരുന്നപ്പോൾ അന്ന് അദ്ദേഹം ഒരു കാർപ്പൻ്ററായിരുന്നു. അദ്ദേഹം പറയും, പ്രഭുപാദിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇതുപോലെ ഒരു ജഗന്നാഥനെ ഉണ്ടാക്കാൻ സാധിക്കുമോ, രഥം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 1 മാസത്തിനിടയ്ക്ക് തന്നെ വലിയ രഥവും ജഗന്നാഥനെയൊക്കെ അവർ ഉണ്ടാക്കി രാപ്പകൽ പണിയെടുത്തിട്ട്. അപ്പം അദ്ദേഹമാണ് ഒരു തുടക്കം കുറിക്കാൻ പ്രഭുപാദിന് ലോകം മുഴുവൻ രഥോത്സവം നടത്താനായിട്ട് തുടക്കം കുറിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സമാധി ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് രാജാപൂരിലെ ജഗന്നാഥ് ബലദേവ് സുഭദ്രമായി. ഇത് ഒരു കുടുംബക്കാരുടെ ആയിരുന്നു. പിന്നീട് അതിന് വലിയ കഥയൊക്കെ ഉണ്ട്. പിന്നീട് ആ ജഗന്നാഥ് ജയപതാക സ്വാമി മഹാരാജിൻ്റെ അടുത്ത് അവർ ഇതിനെ ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നില്ല, ഈ അമ്പലം നോക്കണം, ഈ ജഗന്നാഥിനെയും ബലദേവിയും സുഭദ്രയ്ക്കും നന്നായിട്ട് പൂജയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ആ അമ്പലം കൊടുത്തു. വലിയ സ്ഥലമാണ്. ആ സ്ഥലവും ഈ വിഗ്രഹവും എല്ലാം ഇസ്കോണാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ വളരെ വലിയ വിശേഷപ്പെട്ട ഒരു അമ്പലമാണ്. ഒത്തിരി ലീലകൾ പ്രത്യക്ഷമായിട്ട് ഈ അമ്പലത്തിൽ നടന്നിട്ടുണ്ട്. ജഗന്നാഥ് നേരിട്ട് തന്നെ വന്ന് പൂജാരിയുമായിട്ട് സംസാരിക്കുന്നതും അവിടുത്തെ നാട്ടുകാർക്ക് അനുഭവം ഉണ്ടായതും മുസ്ലിമിന് അനുഭവം ഉണ്ടായതും ഒക്കെ നമുക്ക് ഈ ജഗന്നാഥിൻ്റെ കഥകളിൽ കൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതൊക്കെ വളരെ ചുരുങ്ങിയ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ്. ഇന്നും അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസമുണ്ട് ഈ ജഗന്നാഥിൻ്റെ അടുത്ത്. ഒത്തിരി ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഹരേ കൃഷ്ണ.